തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാത്താം ഞാൻ. അമ്പലത്തിൽ നിന്നും ഉയരുന്ന ഭക്തി നിറഞ്ഞ ഗാനം ചെവിയിൽ പതിഞ്ഞതും ഗൗരി എഴുന്നേറ്റു. കൈകൾ കൂപ്പി ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചു. പിന്നെ ഒരു ഓട്ടമായിരുന്നു. തറവാടിൻ്റെ കുളത്തിൽ മുങ്ങിക്കുളിച്ചു വരുന്ന അവളെ സീത വഴക്ക് പറഞ്ഞു. നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് ഗൗരി, അവിടെ ഇപ്പോൾ ആരും കുളിക്കാൻ വരാറില്ല എന്ന്. അറിയില്ലേ നിനക്ക്? അവിടെ കുളിച്ചാലേ ഒരു ഉണർവ് കിട്ടും എൻ്റെ അമ്മേ. സീത കൊടുത്ത പാത്രത്തിലെ ദോശയും ചമ്മന്തിയും കഴിച്ച് അവൾ അകത്തേക്ക് ഓടി. സമയം വൈകുമെന്നോർത്ത് അവൾ വേഗം റെഡിയായി ഇറങ്ങി. ഞാൻ ഇറങ്ങുവാ അമ്മേ. അടുക്കളയിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ ഉമ്മറത്ത് പത്രം വായിച്ചിരിക്കുന്ന വിനയൻ്റെ തോളിൽ കൈയിട്ടു. പോയിട്ട് വരാമച്ചാ. ഇന്നെന്താ നേരത്തെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, എക്സാം ആയില്ലേ. അവൾ വേഗം നടന്ന് റോഡിലെത്തി. അതിലൂടെ പോയൊരു ഓട്ടോയിൽ കയറി അവൾ കോളേജിലെത്തി. കയ്യിലെ വാച്ചിലേക്ക് നോക്കി അവൾ ക്ലാസ് ലക്ഷ്യം വെച്ച് ഓടി. അരുൺ സാറിൻ്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ടതും അവൾ ഒന്ന് നിന്നു. പിന്നെ പതിയെ നടന്ന് വാതിൽക്കൽ നിന്നു. അവളെ കണ്ടതും അരുണിൻ്റെ മുഖമൊന്ന് തെളിഞ്ഞു. അവളും അത് കണ്ടിരുന്നു. മേ ഐ കമിൻ സർ? യെസ്, കമിൻ. ഗൗരി അവളുടെ സ്ഥലത്ത് പോയിരുന്നതും ഇരുപുറത്തു നിന്നും രണ്ടെണ്ണം ചെവി തിന്നാൻ തുടങ്ങി. എൻ്റെ സ്വാതി, ഇത്രയും നേരം ഒരാളുടെ മുഖം എങ്ങനെയായിരുന്നു? ഇപ്പം നോക്ക്. അത് തന്നെയാ ശ്രേയ, ഞാനും നോക്കുന്നേ. ഗൗരി വന്നപ്പോഴുള്ള തെളിച്ചമൊന്ന് നോക്കിയേ. ഗൗരി അവരെ രണ്ടുപേരെയും ദേഷ്യത്തിൽ നോക്കി. പിന്നെ അവർ മൂന്നുപേരും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അരുണിൻ്റെ നോട്ടം ഗൗരിയിലാണെന്ന് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അറിയാമായിരുന്നു. അപ്പം നാളെയും ഈ നേരത്ത് വരണം, എക്സാം കഴിയും വരെ. അരുൺ അത് പറഞ്ഞ് പുറത്തു പോയി. പോകും മുന്നേ ഇടം കണ്ണാലെ ഗൗരിയെ ഒന്ന് നോക്കാനും മറന്നില്ല. എല്ലാവരും തലയ്ക്ക് കൈകൊടുത്തു. ഇങ്ങനെ ഇവളെ കാണാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ക്ലാസ് വെച്ചത്, അല്ലാതിപ്പോൾ എന്താ എടുത്തത്? ഈ പോർഷൻ നേരത്തെ എടുത്തതാണല്ലോ. അത് തന്നെയാ ഞാനും നോക്കുന്നേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വെറുതെ സാറിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാത്തതൊന്നുമല്ല, നീ നോക്കിക്കോ, സാറ് വരും ഒരു പ്രപ്പോസലുമായി. സ്വാതി അങ്ങനെ പറഞ്ഞതും ഗൗരി ഞെട്ടി. അങ്ങനെ സംഭവിക്കില്ലേ എന്നവൾ പ്രാർത്ഥിച്ചു. അവൾക്കും പലപ്പോഴും അരുണിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും ഇഷ്ടമുള്ളതായി തോന്നിയിരുന്നു. ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, എങ്കിലും അങ്ങനെ വേണ്ട എന്നാണ് അവളുടെ മനസ്സ് പറഞ്ഞത്. അവസാനത്ത് അവൾ കട്ട് ചെയ്ത് സ്വാതിയും ശ്രേയയും കോളേജിൽ നിന്നും ഇറങ്ങി. എത്ര വിളിച്ചിട്ടും ഗൗരി വന്നില്ല. അതുകൊണ്ട് അവൾ ഒറ്റയ്ക്കാണ് ബസ് സ്റ്റോപ്പിൽ നിന്നത്. ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അവളുടെ മുന്നിലൂടെ ഒരാൾ ഓടിപ്പോയത്. ഗൗരി അയാൾ ഓടുന്നത് കണ്ട് നോക്കുമ്പോഴാണ് അയാൾക്ക് ചുറ്റും കുറേ ആളുകൾ വളഞ്ഞത് കണ്ട്. ഒപ്പം അവരുടെ ചുറ്റും നാട്ടുകാരും വളഞ്ഞിരുന്നു. എന്തോ പന്തികേട് തോന്നിയ ഗൗരി വേഗം അവിടെ നിന്ന് പോകാൻ വേണ്ടി ഓട്ടോ വിളിച്ചു. പക്ഷെ ഒരാളും വന്നില്ല. എന്തു ചെയ്യുമെന്നോർത്ത് നിൽക്കുമ്പോഴാണ് ഒരലർച്ച കേട്ടത്. ഗൗരി ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരാൾ നേരത്തെ ഓടി അയാളെ വെട്ടുന്നു. രക്തം ഒഴുകി ഒലിച്ച് അയാൾ നിലത്ത് കിടന്ന് പിടയുന്നു. ആ കാഴ്ച കണ്ട് ഗൗരി ഞെട്ടിവിറച്ചു. അവിടെ കൂടിയവരെല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോയി. അയാളുടെ ആളുകൾ മാത്രമായിരുന്നു അപ്പം അവിടെ ഉണ്ടായിരുന്നത്. ഗൗരി പേടിയോടെ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. അവൾ നോക്കുമ്പോൾ അവരെല്ലാം ജീപ്പിൽ കയറി പോയിരുന്നു. നിലത്ത് വീണ് ജീവന് വേണ്ടി പിടയുന്ന അയാളെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൈക്കാലുകൾക്ക് വിറയൽ തോന്നിയ ഗൗരി വേഗം തന്നെ അവിടെ നിന്നും നടന്നു. വഴിയിൽ വെച്ച് കിട്ടിയ ബസ്സിൽ അവൾ വീട്ടിൽ വന്നു. വീട്ടിലെത്തിയിട്ടും അവൾക്ക് ആ ഞെട്ടൽ മാറിയില്ല. ആ വെട്ടുന്നവൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു കണ്ടു. അവൾ സീതയോടും വിനയനോടും എല്ലാം പറഞ്ഞു കൊടുത്തു. അവർ അവളെ ആശ്വസിപ്പിച്ചു. എങ്കിലും അവളുടെ ഉള്ളിൽ ആ ദൃശ്യം ഉറച്ചിരുന്നു. കുഞ്ഞേച്ചി. മേശയിൽ തലവെച്ച് കിടക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് അപ്പു ഓടി വന്നു. അവനെ കണ്ട് ചിരിച്ചുകൊണ്ട് ഗൗരി എഴുന്നേറ്റു. അവൻ്റെ കൂടെ കളിച്ചിരിയിൽ മുഴുകി ഗൗരിയെല്ലാം മറന്നു പോയിരുന്നു. ഇത് ഗൗരി, സീതയുടെയും വിനയൻ്റെയും രണ്ടു മക്കളിൽ മൂത്തത്. രണ്ടാമത്തേത് അഭിനവ് എന്ന അപ്പു. ഗൗരി ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പു 5ാം ക്ലാസ്സിലും. വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഉമ്മറത്ത് പോലീസ് ജീപ്പ് വന്ന് നിന്നത്. ഗൗരി പേടിച്ചുകൊണ്ട് പുറകിലേക്ക് നീങ്ങി. അതിൽ നിന്നും ഇറങ്ങിയ പോലീസുകാരൻ വിനയനോട് എന്തോ പറഞ്ഞു. അയാൾ തലയാട്ടി അകത്തു വന്നു.
മോളെ SIക്കൊന്ന് കാണണമെന്ന്. മോള് റെഡിയായി വാ. എന്നെയോ? എന്താ അച്ഛാ? അറിയില്ല, നമുക്ക് പോയി നോക്കാന്നേ. അവളുടെ ഉള്ളിൽ കണ്ണിൽ തെളിഞ്ഞ സംഭവം മിന്നിമാഞ്ഞു. അതിനെക്കുറിച്ചാണെങ്കിൽ എന്ത് പറയാനാണ്? തനിക്ക് അവരെ ഒന്നും അറിയില്ല. ഗൗരി ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സീതയോട് പേടിക്കണ്ടെന്ന് പറഞ്ഞ് വിനയനും ഗൗരിയും ഇറങ്ങി. അപ്പവും സീതയും അവർ പോകുന്നത് പേടിയോടെ നോക്കി നിന്നു. ഗൗരിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൾ വിനയന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അയാളൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. സ്റ്റേഷനിലെത്തി ഗൗരിയും വിനയനും അകത്തു കയറി. അവർ വന്നതറിഞ്ഞ് അകത്തെ മുറിയിൽ നിന്നും SI പുറത്തു വന്നു. നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നൊരു കൊലപാതക ശ്രമം ഉണ്ടായി നമ്മുടെ ടൗണിൽ, അതും പട്ടാപ്പകൽ. അത് പറഞ്ഞതും ഗൗരി തളർന്നു പോയി. അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ട് SI അവളുടെ അടുത്ത് വന്നു. മോൾ ആരാണെന്നൊന്ന് കാണിച്ചു തന്നാൽ മതി. എനിക്കറിയില്ല സർ. മോൾക്ക് ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? അവൾ വിനയനെ നോക്കി. അയാൾ പറയാൻ വേണ്ടി ആംഗ്യം കാണിച്ചു. അത് കണ്ട് ഗൗരി അതേന്ന് തലയാട്ടി. SI ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് എന്തോ പറഞ്ഞു. ആ നിമിഷമെല്ലാം ഗൗരി നിന്ന് വിറക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് കോൺസ്റ്റബിൾ ലോക്കപ്പ് തുറന്നതും അകത്തുനിന്ന് 2-3 പേര് പുറത്തു വന്നു. ഗൗരി അവരെ പേടിയോടെ നോക്കി. പക്ഷെ അവരെയൊന്നും ഗൗരി കണ്ടിട്ടില്ലായിരുന്നു. അവൾ ആശ്വാസത്തിൽ SIയെ നോക്കി. അല്ല എന്ന് തലയാട്ടാൻ തുടങ്ങിയതും ലോക്കപ്പിൽ നിന്നും ഇറങ്ങിയ മൂന്നാമനെ കണ്ട് ഗൗരി ഞെട്ടി. അവനെ കണ്ടതും കയ്യിൽ വടിവാളുമായി നിൽക്കുന്ന ആ രൂപം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവൾ പേടിയോടെ വിനയന്റെ പുറകിലേക്ക് നീങ്ങി. അവൻ പുറത്തു വന്നതും SI ഗൗരിയെ നോക്കി. ഗൗരിയുടെ പരുങ്ങൽ കണ്ട് അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ ഊഹിക്കാമായിരുന്നു. പറമോളെ, ഇവരിൽ ആരായിരുന്നു? SI ചോദിച്ചതും ഗൗരി പേടിയോടെ ആ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. അവൻ താഴെ നോക്കി നിൽക്കുവാണ്. പറയൂ. SI പറഞ്ഞതും ഗൗരി അവന് നേരെ കൈ ചൂണ്ടി. അവളുടെ വിരലുകൾക്ക് നേരെ എല്ലാവരുടെയും നോട്ടം എത്തിയതും അവൻ മുഖം ഉയർത്തി അവളെ നോക്കി. വിറയ്ക്കുന്ന വിരലുകൾ തനിക്ക് നേരെ നീട്ടി അവളെ നോക്കി അവനൊന്ന് ചിരിച്ചു. അവൻ്റെ ചിരിയിൽ പേടിച്ചു പോയി ഗൗരി. വേഗം നോട്ടം പിൻവലിച്ചു. ഇനി മോള് പോയിക്കോ, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വിനയൻ അയാളോട് നന്ദി പറഞ്ഞ് ഗൗരിയുടെ കൈ പിടിച്ച് നടന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ ഗൗരി അവനെ ഒന്നുകൂടെ നോക്കി. അപ്പോഴും അവൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. കമ്പിയിൽ 2 കൈ കൊണ്ടും പിടിച്ച് അവൻ അവളെ ഇമവിട്ടാതെ നോക്കി. കണ്ണിൽ നിന്നും അവൾ മായും വരെ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം ഗൗരിയുടെ മുന്നിൽ അവൻ്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞുകൊണ്ടേയിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. അവനെ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പുവിനെ കെട്ടിപ്പിടിച്ച് അവൾ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ ക്ലാസ്സിലെത്തുമ്പോൾ അരുൺ ക്ലാസ്സിലുണ്ടായിരുന്നു. അവളെ കണ്ടതും അരുൺ ചിരിച്ചു. എന്താ ഗൗരി, താനെന്നും ലേറ്റാണല്ലോ? അത് സർ, ബസ്. സാരമില്ല, കയറിക്കോ. ഗൗരി വേഗം കയറിയിരുന്നു. അരുൺ വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടി ഓടി വന്നു. അവളെ അരുൺ വഴക്ക് പറയുന്നത് കേട്ട് എല്ലാവരും ഗൗരിയെ നോക്കി. അവൾ തല താഴ്ത്തിയിരുന്നു. മോളെ ഗൗരി, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. രണ്ടും വാ തുറന്നാലുണ്ടല്ലോ. ഗൗരി പറഞ്ഞതും ശ്രേയയും സ്വാതിയും വാ പൊത്തി ചിരിച്ചു. അരുണിൻ്റെ നോട്ടം ഗൗരിയിലെത്തുമ്പോൾ എല്ലാവരും സ്വാതിയും ശ്രേയയും ചുമയ്ക്കാൻ തുടങ്ങി. ഗൗരി എങ്ങനെയെങ്കിലും ക്ലാസ് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വരാന്തയുടെ അറ്റത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു ഗൗരിയും ശ്രേയയും സ്വാതിയും. അവരുടെ കളിച്ചിരികൾക്കിടയിൽ സ്വാതി പറഞ്ഞ കാര്യം ഗൗരിയെ ഞെട്ടിച്ചു. എടി, ഇന്നലെ നമ്മുടെ കോളേജിൻ്റെ മുന്നിൽ വെച്ച് ഒരാളെ വെട്ടിയത്രേ. ഗൗരി കേൾക്കാത്തതുപോലെ ഇരുന്നു. ശ്രേയയും സ്വാതിയും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ആരാ വെട്ടിയത്? രുദ്ര. സ്വാതി ആ പേര് പറഞ്ഞതും ഗൗരിയുടെ മനസ്സ് അവളെ നോക്കി ചിരിച്ച് അവൻ്റെ മുഖം മനസ്സിൽ മിന്നിമാഞ്ഞു. എങ്കിലും ഗൗരി എല്ലാം കേട്ടിരുന്നു. രുദ്രനോ? സൂര്യനാരായണൻ്റെ മകനല്ലേ? സൂര്യമംഗലം വലിയ തറവാട, വലിയ ബിസിനസ്സൊക്കെ ആയി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു സാമ്രാജ്യം. ആ കുടുംബത്തിലെ ആള് എന്തിനൊരാളെ കൊല്ലാൻ മാത്രം? അതൊന്നും എനിക്കറിയില്ല. ഈ രുദ്രദേവ് സ്റ്റേറ്റിലൊക്കെ പോയി പഠിച്ചതാണ്. നാട്ടിൽ നമ്മുടെ അച്ചു ചേച്ചി പഠിച്ച കോളേജിലായിരുന്നു. നല്ല പഠിപ്പിയായിരുന്നു അത്രേ. പിന്നെ കോളേജിലെ സൂപ്പർ ഹീറോയും. എന്നിട്ട്
ഗൗരി അവൾ പോലും അറിയാതെ ചോദിച്ചുപോയി. അവനെക്കുറിച്ച് അറിയാനുള്ളൊരു വ്യഗ്രത കൂടി വന്നു അവൾക്ക്. എന്നിട്ടെന്താ, ഇടയ്ക്ക് വെച്ചേ അയാളുടെ കൂട്ടുകെട്ട് മോശമായി എന്നൊക്കെ പറയുന്നത് കേട്ടു. തല്ലാനും കൊല്ലാനും ഇറങ്ങി വീടിൻ്റെ സൽപ്പേര് കളയാൻ വേണ്ടി എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ലേ ഒന്ന്. ഇതങ്ങനെയാണ്. ഗൗരിയുടെ മനസ്സിൽ രുദ്രദേവ് എന്ന പേരും അവൻ്റെ മുഖവും മാത്രമായിരുന്നു. അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. നീ എന്താ ഗൗരി ആലോചിക്കുന്നേ? എടി, ഇന്നലെ ആ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് നീ കണ്ടോ? ഗൗരി നടന്നതെല്ലാം അവരോട് പറഞ്ഞു. ഒപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി അയാളെ കാണിച്ചു കൊടുത്തതുമെല്ലാം. അത് കേട്ടപ്പോൾ സ്വാതിയും ശ്രേയയും അവളെ ഞെട്ടലോടെ നോക്കി. നിന്നെ അയാൾ കണ്ടോ? ഗൗരി അതേന്ന് തലയാട്ടി. ഗൗരി, നീ എന്ത് പണിയാ കാണിച്ചേ? അവനിനി പുറത്തിറങ്ങിയ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? എന്നാലും കണ്ടത് കണ്ടില്ല എന്ന് എങ്ങനെ പറയൂടി? എന്തായാലും നന്നായി, കുറച്ചു കാലം അവൻ ജയിലിൽ കിടക്കട്ടെ. ആ വെട്ടുകൊണ്ടവനൊരു പാവമാണത്രേ, ഇപ്പോഴും ബോധം വന്നിട്ടില്ല. സ്വാതി അത് പറഞ്ഞപ്പോൾ ഗൗരിക്ക് ആശ്വാസം തോന്നി. ഒരു പാവത്തെ കൊല്ലാൻ നോക്കി അവൻ രക്ഷപ്പെടേണ്ടായെന്ന് അവളും ചിന്തിച്ചു. പിന്നെ അവരുടെ കൂടി ഗൗരി രുദ്രൻ്റെ കാര്യമെല്ലാം മറന്നു പോയിരുന്നു. വൈകുന്നേരം ക്ലാസ്സിൽ നിന്നും ഇറങ്ങാൻ നേരമാണ് അരുൺ ഗൗരിയെ പ്യൂൺ വഴി സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചത്. സ്വാതിയോടും ശ്രേയയോടും കാത്തു നിൽക്കാൻ പറഞ്ഞ് ഗൗരി സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. അവിടെ അരുൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി സ്റ്റാഫെല്ലാം പോയിരുന്നു. ഗൗരിയെ കണ്ടതും അരുൺ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എന്താ സർ? അത് പിന്നെ ഗൗരി, എനിക്കൊരു കാര്യം. അരുണിൻ്റെ പരിഭ്രമം കണ്ട് ഗൗരി താൻ കരുതുന്ന കാര്യമാവല്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. അരുൺ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയി നിന്നു. ഗൗരി, നീ എൻ്റെ സ്റ്റുഡൻ്റാണ്. നിന്നോട് ഇങ്ങനെയൊന്നും പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ പലപ്പോഴും ഞാൻ പോലും അറിയാതെ നീ എൻ്റെ ഹൃദയത്തിൽ. അരുണൊന്ന് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ഗൗരി അവനെ തന്നെ പിടയുന്ന ഹൃദയത്തോടെ നോക്കി നിൽക്കുവാണ്. ഞാൻ അമ്മയെയും കൂട്ടി വരട്ടെ, നിന്നെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ. അരുൺ അത് തന്നെയാണ് പറയാൻ പോകുന്നത് എന്നറിയാമെങ്കിലും പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ഗൗരി ഒന്ന് ഞെട്ടി. അവളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. നീ ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി. അവളൊന്നും മിണ്ടാതെ വേഗം തിരിഞ്ഞു നടന്നു. വെളിയിൽ ചെവിയും കൂർപ്പിച്ച് നിൽക്കുന്ന സ്വാതിയെയും ശ്രേയയും കണ്ടതും ഗൗരി ഒന്ന് നിന്നു. അവർ രണ്ടുപേരും അവളെയും വലിച്ച് നടക്കാൻ തുടങ്ങി. ഒപ്പം അവർ ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മോളെ? ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ നിന്നോട്? ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഗൗരിയാകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. നീ എന്തൊന്നും മിണ്ടാതെ? നിനക്ക് സാറിനെ ഇഷ്ടമല്ലേ? ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇഷ്ടക്കേടില്ല? ഓ, എന്തൊക്കെയായിരുന്നു. അവർ ഓരോന്ന് പറഞ്ഞ് ഗൗരിയെ കളിയാക്കി. പക്ഷേ ഗൗരിയുടെ മനസ്സിൽ അരുണിനേക്കാൾ രുദ്രദേവ് എന്ന പേരും അവൻ്റെ മുഖവുമായിരുന്നു. അവളുടെ നോട്ടം രക്തക്കറ പുരണ്ട റോഡിലെത്തി. എന്തോ തൻ്റെ ജീവിതത്തിൽ അയാൾക്ക് എന്തൊക്കെയോ സ്ഥാനമുള്ളതുപോലെ. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ആ മുഖം തന്നെ തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സൂര്യമംഗലത്ത് എല്ലാവരും ഉമ്മറത്ത് കൂടിയിരുന്നു. പഴയ തറവാടാണ്. അതൊരു പോറൽ പോലും ഏൽക്കാതെ അതേ പ്രൗഢിയിൽ തന്നെ നിലനിന്നിരുന്നു. ഉമ്മറത്തെ ചാരു കസേരയിലിരുന്ന് മുതിർന്ന കാരണവനായ സൂര്യനാരായണൻ്റെ അച്ഛൻ ഗംഗാധരൻ പറഞ്ഞു. അവൻ കാരണം കുടുംബത്തിൻ്റെ സൽപ്പേരാണ് പോകുന്നത്. എത്ര പറഞ്ഞു നോക്കി, ഒരു കാര്യവും ഇല്ല. ഇനി എന്താന്ന് വേണ്ടതെന്ന് വെച്ചാൽ സൂര്യ അങ്ങ് ചെയ്തോളാം. അച്ഛാ, അവൻ വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ അന്നേ പറഞ്ഞതാണ് നിന്നോട്, നീ കേട്ടില്ല. ഇനി അനുഭവിച്ചോ. പക്ഷെ ഇനി അവനെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഉമ്മറത്തെ സംസാരം അകത്തിരുന്ന് കേൾക്കുന്ന രുക്മിണി തൻ്റെ കണ്ണുകൾ തുടച്ചു. അവരുടെ അടുത്തിരുന്ന് ബാം അവരെ ആശ്വസിപ്പിച്ചു. മുത്തശ്ശൻ പറയുന്നത് കേട്ട് അമ്മ വിഷമിക്കേണ്ട. ദേവേട്ടനെ ഇറക്കി വിടാനൊന്നും പോണില്ല. എന്നാലും ബാമി, എൻ്റെ കുട്ടി എന്താ ഇങ്ങനെ ആയത്? അവനെ കണ്ടു പഠിക്കണമെന്നാണ് ഞാൻ കാർത്തിയോട് പോലും പറയാറ്. അവരുടെ സങ്കടം കണ്ട് ബാമയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം കാർത്തി വിവാഹം ചെയ്തു കൊണ്ടുവന്നത് മുതൽ അവൾ കാണാൻ തുടങ്ങിയതായിരുന്നു ആ അമ്മയുടെ കണ്ണുനീര്. അതും രുദ്രനെ ഓർത്ത് മാത്രം. മുറ്റത്ത് കാറു വന്നതും സൂര്യൻ അതിനടുത്തേക്ക് വേഗം വന്നു. കാറിൽ നിന്നും ഇറങ്ങിയ കാർത്തിക അച്ഛനെയും കൊണ്ട് കുറച്ച് മാറി നിന്നു. ജാമ്യം കിട്ടുമോ മോനെ? സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല, കോടതിയിൽ നോക്കാം. അവിടുന്ന് കിട്ടുമല്ലേടാ? ഉറപ്പില്ല അച്ഛാ,
ഒരു പെൺകുട്ടി ദൃക്സാക്ഷിമൊഴി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവരെ പോയി കണ്ട് കാര്യം പറയാം. അവൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ വയ്യടാ. ഇല്ലച്ച, ഞാൻ വക്കീലിനെ കാണട്ടെ, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കാർത്തി അയാളെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് നടന്നു. ഗൗരിയെ കണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കുക എന്ന തീരുമാനം തന്നെയായിരുന്നു കാർത്തിക് എടുത്തത്. അതിനുവേണ്ടി അവൻ ഗൗരിയെ കാണാൻ തന്നെ തീരുമാനിച്ചു.